ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനും ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീക്കും മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ മഹസറിൽ സാക്ഷിയായി ഒപ്പിട്ടത് ശ്രീകുമാറും മിനിറ്റ്സ് തിരുത്തിയത് ജയശ്രീയുമാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നായിരുന്നു SIT കണ്ടെത്തൽ. കേസിലെ 4ഉം 6ഉം പ്രതികളാണ് ശ്രീകുമാറും ജയശ്രീയും. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ 4ആം പ്രതിയായ എസ് ജയശ്രീയുടെയും 6ആം പ്രതിയായ എസ് ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയാണ് എസ് ജയശ്രീ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു എസ് ശ്രീകുമാർ. ദേവസ്വം ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുക മാത്രമാണ് സെക്രട്ടറിയുടെ ചുമതലയെന്നായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജയശ്രീയുടെ വാദം. ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്ന തരത്തിൽ മിനിറ്റ്സിൽ ജയശ്രീ തിരുത്തൽ വരുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം മേലുദ്യോഗസ്ഥനായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് മഹസറിൽ ഒപ്പിട്ടതെന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം. ശബരിമല ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കളുടെ ചുമതല തനിക്കുണ്ടായിരുന്നില്ല. താൻ സ്ഥാനം ഏൽക്കുന്നതിന് മുൻപാണ് സ്വർണം പൂശാനുള്ള തീരുമാനം എടുത്തതെന്നും ശ്രീകുമാർ ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചിരുന്നു. സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്നാക്കി മഹസറിൽ ഒപ്പിട്ടെന്നാണ് ശ്രീകുമാറിനെതിരായ കുറ്റാരോപണം. ഇരുപ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതിയും തള്ളിയതോടെ അറസ്റ്റിനുള്ള വഴിയൊരുങ്ങി. ജനം, കൊച്ചി.